ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/2 kg ബീഫാണ്. അതിലോട്ട് കുറച്ച് ഉപ്പ്, മഞ്ഞൾ, മുളക് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. പിന്നെ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ബീഫ് റോസ്റ്റ് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു കുക്കർ എടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണ പിന്നെ കുറച്ച് മസാലയും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കാം. അതൊന്ന് ചൂടായി വരുന്ന സമയം നോക്കി അതിലോട്ട് കുറച്ച് സവാള ചേർക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 3 സവാളയാണ്. ഒരു മീഡിയം സൈസിലുള്ള ഒരു 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ സവാള പെട്ടെന്ന് മൂത്ത് കിട്ടാനായിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വേപ്പിലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് മല്ലിപ്പൊടിയും മുളകും പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അത് മുളകും പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലോട്ട് 3 തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം. തക്കാളി വേഗം വെന്ത് കിട്ടാനായി നമുക്കത് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം. ഇനി തക്കാളി നന്നായി വെന്ത് കിട്ടിയതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് നാരങ്ങ നീരും പിന്നെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. പിന്നെ അതിലോട്ട് ബീഫ് ചേർക്കാവുന്നതാണ്. നമുക്ക് ബീഫ് ചേർത്തതിന് ശേഷം നമുക്കത് കുക്കർ മൂടി വെച്ച് ഞാനിവിടെ ഒരു 6 വിസിൽസാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ബീഫിൻ്റെ മൂപ്പനുസരിച്ച് നമ്മൾ ബീഫ് വേവിക്കാം. പിന്നെ ഞാനിവിടെ ഒരു പൊട്ടറ്റോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ഇടാം, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ അതിലോട്ട് കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് മല്ലിയില ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് അഭിപ്രായം പറയണേ.